ഹലോ, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് ഇത്രയും ഒഴിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്ത ശേഷം ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തി 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത ശേഷം ഇതുപോലെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരു സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി വന്ന ശേഷം എരിവിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.